എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്നാണ് ട്ടോ നമ്മൾ യുഎസിലേക്ക് പോകുന്ന ദിവസം. അപ്പോൾ ദേ രാവിലെ തന്നെ ഞങ്ങൾ 4 പേരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. മുമ്പ് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ പോയിട്ട് വേഗം തിരിച്ചു വരണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങണതിന് മുമ്പ് ഉസ്താദൊക്കെ വന്ന് ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ അതേ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് കൂടിയിട്ടാണ് പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതേ നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇടിയപ്പം, മുട്ടക്കറി, ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അപ്പോൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് തിരിച്ച് താമസിക്കുന്നിടത്തേക്ക് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ധൃതി പിടിച്ചാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതേ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഉമ്മാനോടൊക്കെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ്. അപ്പോൾ അതേ യാത്ര പറയണ കൂടുതൽ വിവരണങ്ങളൊന്നും ഞാനിതിൽ പറയണില്ല കേട്ടോ. അതേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ വീട്ടിൽ നിന്നും അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്ന് വാപ്പിച്ചി, ഉമ്മച്ചി, അനസ്, ഷീനു, റഹി, പിള്ളേർ അങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ അതേ പിള്ളേരെല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. അവർക്ക് പിന്നെ കളിയൊക്കെ തന്നെയാണ്. പാത്തുതേ ഒരു ബാഗൊക്കെ കയ്യിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ ആ ബാഗ് കയ്യിൽ വെച്ചിട്ട് പിന്നെ താഴെ ഇറക്കിയിട്ടില്ല കേട്ടോ. അതുമാതിരിയാണ് അവൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ബാഗ്. അപ്പോൾ അതേ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഉസ്താദ് വന്നിട്ടില്ല. ഉസ്താദിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ അതേ ബേബിയും ഉണ്ട്. അവളും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും എയർപോർട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതേ ബേബി ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കണം. അവളെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിരിപ്പിക്കണം കേട്ടോ. ഈ കാണുന്നത് പുള്ളിക്കാരി നല്ല ചിരിയിലാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം എന്തേ ഉസ്താദ് വന്നു. പിന്നെ നമ്മുടെ അയൽവക്കത്തെ കസിനിക്കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നട്ട്സൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഫുഡൊന്നും കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇതേ പെട്ടികളെല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പെട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 പെട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയ്യിൽ ഒരു 4-5 പെട്ടി അതും ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അതേ പോകാൻ നേരത്താണ്ടോ കുറച്ച് പത്തിരിയൊക്കെ കൊണ്ടുവന്ന്, സ്ഥലമില്ലായിരുന്നു. അതും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ റിബണൊക്കെ കെട്ടി പെട്ടെന്ന് പെട്ടിയൊക്കെ തിരിച്ചറിയാനായിട്ട്. അങ്ങനെ ദേ നമ്മൾ ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വൈകിട്ട് ഒരു 4 മണിക്കാണ് കേട്ടോ. പക്ഷേ എങ്കിലും നമ്മൾ നേരത്തെ ഇറങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയേക്കണത്. അപ്പോൾ അതേ നമ്മൾ 2 വണ്ടിക്കായിട്ടാണ് പോണത്. അപ്പോൾ ഒരു വണ്ടി നമ്മൾ പെട്ടികൾ മാത്രമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഊബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വണ്ടിയിൽ എല്ലാവരും കൂടി കയറിയും പെട്ടി എല്ലാം കൂടി പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതേ ബാക്കിൽ നിസാറും വാബിജി ഇങ്ങനെ ഡോറൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്യണ്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും അങ്ങനെ വണ്ടിയിൽ കയറി. പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റാണ് കേട്ടോ വണ്ടിയിൽ കയറി. പിള്ളേർക്കൊക്കെ യാത്ര പോണതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മാത്രമാണ് ആകെ ഒരു വിഷമവും നാട് വിട്ട് പോണതിൻ്റെ ആ ഒരു വിഷമമൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മുറ്റത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ, ചാമ്പ, മാവ്, റംബൂട്ടാൻ, മുരിങ്ങ, അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ നമ്മുടെ മുറ്റത്തുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാനൊന്നും പറ്റൂല. അപ്പോൾ ഞാനത് നേരിട്ടാണ് കേട്ടോ അതൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചാമ്പയുടെയൊക്കെ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എൻ്റെ മുമ്പ് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. അതിനതേ നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ഒരു വിഷമത്തിലൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അതേ അങ്ങനെ നമ്മളിതേ വീടിനോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ്.
അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ യാത്രയൊക്കെ ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക്. എങ്കിൽ പോലും നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പതുക്കെ പോയാൽ മതിയല്ലോ, ധൃതി പിടിക്കണ്ടല്ലോ. അതുകൊണ്ടാട്ടോ നമ്മൾ പതുക്കെ ഇങ്ങനെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്, ലഞ്ച് കഴിക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട്. എങ്കിൽ പോലും ഞങ്ങളിപ്പോൾ ഫുഡൊന്നും കഴിക്കണില്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ വേറെ വണ്ടിയിലിരിക്കണ ആരും ഫുഡൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും സമയമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ആലുവ പാലം കടന്നാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ കാഴ്ചകളും വീഡിയോസുകളൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പോവുക കേട്ടോ. ഇനിയിപ്പോൾ നാട്ടിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുമ്പത്തെ എൻ്റെ എല്ലാ വീഡിയോകളിലും വെള്ളാങ്കല്ലൂർ പോകുന്ന വീഡിയോകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വെറുതെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട്, എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിള്ളേർക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ നമ്മൾ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്നാക്സുകൾ കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ സ്പെഷ്യലായിട്ട് വാങ്ങിയത് പഴംപൊരി ആയിരുന്നേ, പിന്നെ ബ്രെഡ് പൊരിച്ചതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. അല്ലെങ്കിലും കേരളത്തിൽ കിട്ടണ ഒരു പഴംപൊരി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ ഇതുമാതിരി ടേസ്റ്റുള്ള പഴംപൊരിയൊക്കെ കിട്ടുമെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എത്ര വിശപ്പില്ലെങ്കിലും ഞാനത് കഴിച്ചായിരുന്നേ. അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ കഴിച്ചത്. വണ്ടിയിലിരുന്ന് ബ്രെഡ് പൊരിച്ചതും പഴംപൊരിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ അങ്ങനെ കഴിച്ചു. അങ്ങനെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റോട്ടിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 വണ്ടിക്കായിട്ടാണല്ലോ പോയത്. അപ്പോൾ മറ്റേ വണ്ടിയിൽ പെട്ടികളൊക്കെ ആയിരുന്നു. പിന്നെ നിസാറും ആ വണ്ടിയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ ഇപ്പം നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധിക നേരം ഇനിയിപ്പോൾ ഇവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളവിടെ ഇറക്കി പെട്ടെന്ന് തന്നെ ഇവർ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും ഇവർ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതേ നമ്മളിപ്പോൾ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ഇനിയിപ്പോൾ പെട്ടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അത്യാവശ്യം വെയിറ്റൊക്കെ നോക്കി എല്ലാം പാകമാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായിരിക്കും അവർ പെട്ടി വെയിറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇപ്പം നമ്മൾ ആ ഇൻ്റർനാഷണലിൻ്റെ ആ ഭാഗത്ത് നമ്മളിപ്പോൾ അതേ വണ്ടി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ നമുക്ക് ഒരുപാട് പെട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടീമിനെ ഏൽപ്പിച്ചായിരുന്നു കേട്ടോ പെട്ടികളൊക്കെ. അപ്പോൾ അവർ ഇത് അവിടെ നമുക്ക് ചെക്കിങ് വരെ അവിടെ കൊണ്ടുവച്ച് തരും. ഒരു നിശ്ചിത റേറ്റിലാണ് കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും അങ്ങനെ നോക്കാനുണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിലെ ബാഗ് മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ അവരുടെ കൺട്രോളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിവരങ്ങളും യാത്ര പറച്ചിലൊന്നും ഞാൻ കൂടുതലൊന്നും വിവരിക്കണില്ല കേട്ടോ. അങ്ങനെ അതേ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യം ദോഹയിലേക്കാണ് പോണത്. അപ്പോൾ ഇവിടുന്ന് ഒരു 4 മണിക്കൂർ യാത്രയാണ് കേട്ടോ ദോഹയിലേക്കുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതേ നമ്മൾ ചെക്കിങ്ങിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടുന്ന് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോണത്. അപ്പോൾ അതേ പെട്ടികൾ ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് വെയിറ്റിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ചെക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഒരാൾക്ക് 23 കിലോ വെച്ചിട്ട് 2 പെട്ടി, അങ്ങനെ ഞങ്ങൾ 4 പേർക്കും കൂടി 8 പെട്ടിയാണ് കേട്ടോ ലഗേജിലുണ്ടായിരുന്നത്. പിന്നെ കയ്യിൽ 2 ട്രോളി കുഞ്ഞതും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 10 പെട്ടിയോളം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അതാണ് ഞാൻ നേരത്തെ ഫസ്റ്റിലെ 10 പെട്ടി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ പെട്ടികളെല്ലാം തന്നെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കയ്യിലുള്ള പെട്ടികൾ മാത്രം സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കയ്യിലാണെങ്കിൽ 2 കുഞ്ഞ് ട്രോളി ബാഗും പിന്നെ പിള്ളേരെ 2 കുഞ്ഞു ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി അങ്ങനെ പോവുകയാണേ. അപ്പോൾ അതേ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ലോഞ്ചിൽ കയറാൻ പോവുക. അപ്പോൾ അതേ ഇതാണ് കേട്ടോ കൊച്ചി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അപ്പോൾ ഞങ്ങളിതേ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നടന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ലോഞ്ചിലേക്കാണ് പോണത്. അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ലഞ്ച് കഴിക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതേ ഈ ഷോപ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളതേ കേരളത്തിലെ ഒരുപാട് ഇങ്ങനെ തനതായ ഈ കായിക കരകൗശല ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീയിൽ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോന്നൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. ഓരോ രൂപങ്ങളും വസ്ത്രങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, അങ്ങനെ നമ്മുടെ തനതായിട്ടുള്ള ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ അവിടെ വച്ചേക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ വച്ചേക്കണത്. അതിനതേ പാത്തുവിൻ്റെ കയ്യിലൊരു ട്രോളി ബാഗും കഴുത്തേലൊരു ബാഗും 2 ബാഗും കൊണ്ടാണ് കേട്ടോ അവൾ നടക്കണം. ആ ബാഗാണെങ്കിൽ അവൾ അത് ആർക്കും കൊടുക്കുകയുമില്ല. അപ്പോൾ അതേ ഇവിടെയാണ് ഈ ഫ്ലൈറ്റുകളൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ സ്ഥലമുണ്ട്. ആളുകളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കണ കാണാം. അപ്പോൾ അതേ നമ്മൾ നേരെ ലോഞ്ചിലേക്കാണ് പോണത്. അപ്പോൾ ലോഞ്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കയറാം, അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് 2500 രൂപ കൊടുത്തിട്ട് നമുക്ക് കയറണം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 4 പേർക്ക് 4 കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ക്യാഷും കൂടി കൊടുത്താണ് നമ്മൾ ലോഞ്ചിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഇതാണ് കേട്ടോ ലോഞ്ച്, എർത്ത് ലോഞ്ച്. അപ്പോൾ ഈ ലോഞ്ചിനോട് ചേർന്ന് തന്നെയാണ് ചെറിയൊരു ഫുഡ് കോർട്ട് നേരത്തെ കാണിച്ചത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ മാളിലൊക്കെ പോകുമ്പോൾ കാണില്ല അതുപോലത്തെ ഒരു ഫുഡ് കോർട്ട്. അപ്പോൾ അതേ ബഫേ രീതിയിലുള്ള ഫുഡാണ് ഉണ്ടായിരുന്നത്. ഇത് സാലഡുകളുടെ സെക്ഷനാണ്, പിന്നെ ഇത് ബ്രെഡ് ജ്യൂസുകളൊക്കെ സെക്ഷനാണ്, പിന്നെ അതേ സൂപ്പാണ് പിന്നെ ഇവിടുന്ന് ഫുഡായിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഇത് കണ്ട ഇത് വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ, കോണിൻ്റെ സൂപ്പാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ടൈപ്പ് റൈസുകൾ ഉണ്ടായിരുന്നു, ഒന്ന് നെയ്ച്ചോറ് ഒന്ന് പ്ലെയിൻ റൈസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അച്ചാറുണ്ടായിരുന്നു അതിനോട് ചേർന്ന് തന്നെ. അപ്പം നമുക്ക് നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ ഓരോ ഫുഡുകളും ഇങ്ങനെ വച്ചേക്കണത്. അതും നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനും നല്ല ഇതായിരുന്നു. ഇത് ഫിഷ് കറിയും ചിക്കൻ കറിയും ആയിരുന്നേ. പിന്നെ അത് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ പൊട്ടറ്റോ വറുത്തത് അതൊക്കെയായിരുന്നു. പിന്നെ ഇത് ചപ്പാത്തി അതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതേ ഇതിനോട് ചേർന്ന് തന്നെ വരുന്നത് വെജിറ്റബിൾ കറികളാണ്. ക്യാബേജ് തോരൻ, പിന്നെ ബോയിൽ ചെയ്ത വെജിറ്റബിൾസ്, പിന്നെ പരിപ്പ് കറി, പനീറിൻ്റെ കറി, പിന്നെ അതിനോട് ചേർന്ന് തന്നെ അതേ ചട്ടിക്കലത്തിൽ കണ്ട പായസം ഉണ്ടായിരിക്കണത്. പിന്നെ അതേ ഇത് കേസരിയാണ് സ്വീറ്റ്സായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, പിന്നെ ബണ്ണ് പോലത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ, കോഫി, പിന്നെ കൂൾ ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡിഷുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഈ ലോഞ്ചിൽ. അങ്ങനെ ഞങ്ങളിതേ സീറ്റൊക്കെ കിട്ടിയിരുന്നു. ഒതുങ്ങിയ സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ കിട്ടിയോടെ തന്നെ ഇരുന്നു. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ നമുക്ക് കാണാം കേട്ടോ ഈ ഫ്ലൈറ്റിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ അതേ ഞാനെടുത്ത ഫുഡാണ് ഇത്. ഞാൻ ചോറ്, മീൻകറി, പരിപ്പ് കറി, ക്യാബേജ് തോരൻ ഇതൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ചൂടോടുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യണതല്ല കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് മലേഷ്യ, തായ്ലൻഡൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ടുള്ള യാത്രയൊന്നുമല്ല കേട്ടോ ഈ യാത്ര എന്ന് പറയണത്. പക്ഷേ ഇത്ര ദൂരത്തേക്കും പിന്നെ ഈ നമ്മളിപ്പോൾ ഈ എന്താ പറയുക നാട് വിട്ടിട്ടൊക്കെ പോണ യാത്ര ആദ്യമായിട്ടാണ്. മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ട്രിപ്പ് പോണതല്ലേ. ഇതിപ്പോൾ അതുമാതിരത്തെ ഒരു യാത്രയല്ലല്ലോ. അങ്ങനെ നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയല്ലേ, ഫുഡൊക്കെ കഴിച്ച്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റൊക്കെ കയറാനായിട്ട് വെയിറ്റ് ചെയ്യണോടത്തേക്കാണ് പോണത്. അപ്പോൾ ഇനിയിപ്പോൾ അരമണിക്കൂറൊക്കെ ഉള്ളൂ സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ലോഞ്ചിൽ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണത്. അപ്പോൾ അവിടെ ഇങ്ങനെ ആളുകൾ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ അതേ ആ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിലൊക്കെ എല്ലാത്തിനും നല്ല റേറ്റൊക്കെയാണ്. ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഷോപ്പുകളൊക്കെ ആയിരിക്കും, ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതേ നമുക്കുള്ള അങ്ങനെ സമയമായി നമ്മുടെ ഇത് വിളിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ബോർഡിംഗ് പാസിനുള്ള സമയമായി, നമ്മളങ്ങനെ അകത്ത് കയറി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കണം കേട്ടോ ഈ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ആ കാണുന്ന ഫ്ലൈറ്റാണ് കേട്ടോ നമ്മൾ കയറാനുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതേ ചുറ്റിലും ഇപ്പോൾ ഫ്ലൈറ്റുകളൊക്കെ ഭയങ്കര കുറവാണെന്ന് തോന്നണം. 2 സൈഡിലും അങ്ങനെ അധികം ഫ്ലൈറ്റുകളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകിട്ട് ഇപ്പോൾ ഒരു 4:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ. അപ്പോൾ അതേ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ആ പാസേജാണ് ഇത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ 10 സീറ്റ് വെച്ചിട്ടാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരെ അതേ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്ത് അകത്ത് കയറ്റി അവർ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അടുത്ത 10 പേരെ വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആകെ ഒരു തിക്കും തിരക്കാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ അവർ ഓരോരുത്തരെ സെക്ഷൻ അനുസരിച്ചാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി സീറ്റൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ 2 സൈഡിലും 3 സീറ്റുകൾ വെച്ചായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 4 പേരും അടുത്തടുത്ത് തന്നെ അങ്ങനെ സീറ്റൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോരുത്തർ ഇതേ വന്നുകൊണ്ടിരിക്കണമൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അങ്ങനെ വന്നിരുന്നു. പിന്നെ എയർ ഹോസ്റ്റസ്മാർ ഫുൾ ചെക്കിങ്ങും കാര്യങ്ങൾ, പിന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അരമണിക്കൂറിലും മീതെ എടുത്തിട്ടോ. പിന്നെ ഫ്ലൈറ്റ് പൊങ്ങാനായിട്ട് അങ്ങനെ ഇതേ ഞങ്ങളിരുന്നു. ഇതേ പാത്തും റാസൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ കുരുത്തക്കേടുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 4 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബോറിങ് തന്നെയാണ് കേട്ടോ. അത്ര വലിയ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ എയർ ഹോസ്റ്റസ് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞതേ ഇവിടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് ശരിക്കും ഒരു വിഷമമൊക്കെ വന്നായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോണേൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു. അപ്പോൾ അതേ താഴെ നമ്മുടെ നാട് ഇങ്ങനെ കാണാം കേട്ടോ, ചെറുതായിട്ട് നല്ലൊരു പച്ചപ്പോട് കൂടി. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ നമുക്ക് നാട്ടിൽ വരുമ്പോഴല്ലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ആ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താഴുമ്പോഴും മാത്രമാണ് ഈ കാഴ്ചയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് കുറേ അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കാണാൻ പറ്റൂല കേട്ടോ. നിറച്ച് ഇങ്ങനെ പുക പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ ഈ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു 4 മണിക്കൂർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഈ ഫ്ലൈറ്റിൽ പോകുന്ന പോലെയൊക്കെ തന്നെ ഭയങ്കര ഒരു ബോറിങ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഈ പുറത്തേക്ക് നോക്കിയിരുന്നൊന്നും കാണാനൊന്നും കാണൂലല്ലോ. അപ്പോൾ അതേ കുറച്ച് പോയപ്പോഴത്തേക്കും നമ്മൾ കടലിൻ്റെ മുകളിലായിട്ടാണ് യാത്ര. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടി കാണാൻ പറ്റാത്തൊരു രീതിയാവും കേട്ടോ കാഴ്ചകളൊക്കെ. അപ്പോൾ അതേ അങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ പിള്ളേരൊക്കെ പാത്തു ഉറങ്ങി. റാസാണെങ്കിൽ ഇതേ അവിടെ നല്ല ഗെയിം കളിയാണ് കേട്ടോ ടാബിൽ. അവനതൊക്കെയാണ് ഒരു നേരം പോക്ക്. ഞാനാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്നിങ്ങനെ സമയം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഉറങ്ങി, കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കി വട്ടമൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന്. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ലല്ലോ പുറത്തേക്ക് നോക്കിയിരിക്കാൻ. അങ്ങനെ അതേ ഇരുന്നപ്പോഴാണ് നമുക്കൊരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് പോലെ അവരിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു ഓരോ ബോക്സ്. പിന്നെ അത് കൂടാതെ നമ്മൾ ഫുഡും നമ്മൾ മുമ്പേ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഡ്രിങ്കും നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് അതും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രിങ്കൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ആ ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നത് ഒരു നട്ട്സിൻ്റെ പാക്കറ്റാണ്. ഈ പെപ്പർ ഓണിയൻ ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാഷ്നട്ടിൻ്റെ ഒരു പാക്കറ്റായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഉണ്ടായിരുന്നത് ഒരു കുക്കീസായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കീസ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, നല്ല വലിയൊരു ഒരെണ്ണമുള്ളൂ കേട്ടോ ഇതിൽ, നല്ല വലിയ വലിപ്പത്തിലുള്ളൊരു കുക്കീസ്. പിന്നെ ഉണ്ടായിരുന്നത് ഇത് കണ്ടില്ലേ, ഒരു ജ്യൂസ് ജാറാണ്, മാംഗോ ജ്യൂസായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 ഐറ്റംസുകളാണ് ആ ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചു. പിന്നെ നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന അത് സാൻഡ്വിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. ഇത് വെജിറ്റബിൾ ആയിരുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അത് പൊട്ടിച്ചു. അങ്ങനെ ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്ര വലിയ ടേസ്റ്റ് ഒന്നും പറയാനൊന്നുമില്ല, ഒരു നോർമൽ ടേസ്റ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഇപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു 6 മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അങ്ങനെ ഞങ്ങളെല്ലാവരും അതൊക്കെ ഇരുന്ന് അങ്ങനെ കഴിച്ചു. വെറുതെ നേരം പോകണ്ടേ, അതെങ്കിലൊക്കെ ഇങ്ങനെ കഴിച്ച് അങ്ങനെ നേരം പോയി. പിന്നെ അതേ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ ഡ്രിങ്കായിട്ട് കൂൾ ഡ്രിങ്ക്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്കങ്ങനെ വാങ്ങിക്കാം കേട്ടോ. പിന്നെ അതേ നട്ട്സ് അങ്ങനെ പൊട്ടിച്ചു. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നട്ട്സ് ആയിരുന്നു, നല്ല അടിപൊളി മസാലയൊക്കെ ഇട്ടിട്ടുള്ള നട്ട്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു. അങ്ങനെ അതേ ഇങ്ങനെ ഫ്ലൈറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നോക്കിയാൽ പുറത്തേക്കൊക്കെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു രീതിയാണ് കേട്ടോ. അങ്ങനെ നമ്മളതേ 4 മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ദോഹ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകെ ബോറിങ്ങൊക്കെ മാറി ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്, ഇവിടെ എത്തിയല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് അവിടെ ഇറങ്ങി.
अब आप मोबाइल फोन्स का इस्तेमाल कर सकते हैं। आप अपनी सीट पॉकेट ठीक से देख लें ताकि आपका कोई सामान विमान में रह ना जाए। सीट बेल्ट का संकेत बंद होने तक कृपया आप अपनी कुर्सी की गति बांधें। പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഗെയിമുകളും കാര്യങ്ങളൊക്കെ. പിന്നെ പിള്ളേർ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ ഇറങ്ങി. അങ്ങനെ ദേ നമ്മൾ ഖത്തർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വെൽക്കം ടു ദോഹ. അങ്ങനെ ദേ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 7 മണിക്കൂർ നമുക്ക് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ എയർപോർട്ടിൽ. വലിയൊരു എയർപോർട്ടാണ് ഇത്. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.